മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പരിമിതമായ സമയങ്ങൾക്കുള്ളിൽ, പരിമിതമായ സമയത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട് പൈതൃകത്തിന് അനുകൂലമായും പ്രതികൂലമായും ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ അറിയിക്കുകയും പ്രതികരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഒരു ഉദ്ദേശമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ. ലോകത്തിൻ്റെ മുമ്പിൽ സത്യം എന്താണെന്ന് നിർഭയമായി അറിയിക്കുക. സ്വീകരിക്കേണ്ടവരെ സ്വീകരിക്കട്ടെ, സ്വീകരിക്കാൻ താല്പര്യമില്ലാത്തവരെ സ്വീകരിക്കേണ്ട. നന്മ പറഞ്ഞാലും തിന്മ പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദനങ്ങളും അവഹേളനങ്ങളും ഒരേപോലെ തന്നെ സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു യജ്ഞം നടത്താൻ കാരണം ബുദ്ധിജീവികളെന്ന് പറയുന്നവരും യുക്തിവാദികളെന്ന് പറയുന്നവരും ഇടതുപക്ഷക്കാരും പലവിധത്തില് സത്യം, ധർമ്മം, നീതി, ന്യായത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരും പൊരുതേണ്ടവരും സത്യവും ധർമ്മവും നീതിയും ന്യായവും നിലനിർത്തേണ്ടവരുമെല്ലാം ഒന്നില്ലെങ്കിൽ വോട്ട് ബാങ്കിന് വേണ്ടി, അല്ലെങ്കിൽ പദവിക്ക് വേണ്ടി, അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി, അല്ലെങ്കിൽ പേരിനും പ്രസിദ്ധിക്കും വേണ്ടി സത്യം മറച്ചുവെച്ച് പ്രത്യേകിച്ച് ഈ നാടിൻ്റെ പൈതൃകത്തെയും സനാതനധർമ്മത്തെയും ഹൈന്ദവ ജനതയെയും അവഹേളിക്കുകയോ അവഹേളിക്കാൻ കൂട്ടുനിൽക്കുകയോ എല്ലാം ചെയ്യുന്ന കാഴ്ച കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആർക്കും കാണാൻ സാധിക്കും, കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും. പത്രമാധ്യമങ്ങൾ പോലും ഒരു വിഭാഗം ജനതയുടെ ചെറിയ നല്ല കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പെരുപ്പിച്ച് കാണിക്കുകയും ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്ര വലുതായാലും അത് ഏറ്റവും ചെറുതാക്കി കാണിക്കുകയും മറ്റ് മതങ്ങളിലുള്ള തിന്മകളൊന്നും കാണിക്കാതെ ഈ മതങ്ങളിലുള്ള ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള തിന്മകളെ പോലും വളരെ വിമർശന ബുദ്ധിയ ചർച്ചകളാക്കി ഏതിനേക്കോ നശിപ്പിക്കാനും ഉന്മൂലനം ചെയ്യാനും എന്നുള്ള രീതിയിൽ പത്രവാർത്തകൾ കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന കാഴ്ച നിങ്ങൾ കണ്ടതാണ്. അമൃതാനന്ദമയിക്കെതിരെ വന്ന ഒരു അലിഗേഷന്റെ എങ്ങനെയാണ് മാധ്യമങ്ങൾ പ്രതികരിച്ചത്? ചില മാധ്യമങ്ങൾ, ബുദ്ധിജീവികൾ. അതേപോലെ ഇൻസിഡന്റലി മദർ തെരേസയ്ക്കെതിരെ RSSന്റെ നേതാവ് പറഞ്ഞപ്പോൾ പാർലമെന്റിനകത്തും പുറത്തും എന്താണ് സംഭവിച്ചത്? ഇത് രണ്ടും വളരെ വ്യക്തമായിട്ട് നിഷ്പക്ഷമായിട്ട് നോക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ശക്തിയുക്തം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്ലോഡ് ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചുമല്ല മറ്റുള്ളവര് പ്രതികരിക്കുന്നത് കാണുമ്പോഴും ചിലപ്പോൾ സംതൃപ്തി തോന്നാറുണ്ട്. കാരണം ഒരു വ്യക്തിയോ ഒരു ചെറിയ ഗ്രൂപ്പോ മാത്രമല്ല ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി പൊരുതേണ്ടത്, ബാക്കിയുള്ളവരും വേണം. എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് നന്മകളെ എവിടെയും പ്രോത്സാഹിപ്പിക്കാം, തിന്മകളെ എവിടെയാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കാം. അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് സമർപ്പിക്കുന്നത്. നമ്മുടെ കർദിനാൾ മാർ ആലഞ്ചേരി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയിൽ ശരിക്ക് ആരാധ്യനായ ഒരു വ്യക്തി എന്ന് തെറ്റിദ്ധരിപ്പിക്കത്തക്ക വിധത്തിൽ ഇല്ലാത്ത പല കെട്ടുകഥകളും ഉണ്ടാക്കി അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി. ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അറിയാം മുഴുവനും ഹൈന്ദവ സംഘടനകൾക്കും ഇന്നത്തെ ഭാരതത്തിലെ ഭരണകർത്താക്കൾക്കും എതിരെ ഉള്ളതാണ്. ഭാരതത്തിൽ നടക്കുന്ന വേദനാജനകമായിട്ടുള്ള മറ്റ് പലതിനോടും ഒന്നിനോടും അദ്ദേഹത്തിന് ഒരു വിഷമവും ഇല്ല. അദ്ദേഹത്തിന്റെ മതത്തിലുള്ളവർക്ക് സംഭവിക്കുന്നത് മാത്രമേ അദ്ദേഹത്തിന് പ്രശ്നമുള്ളൂ.
ഈ നാട്ടിലൊരു വാടക വീട്ടുകാരനെ പോലെ ജീവിക്കുന്ന കുറെ ക്രിസ്ത്യാനികളുടെ നേതാവിനെ പോലെയാണ് ആ കർദിനാൾ പെരുമാറിയത്. അതുപോലെയാണ് ബിഷപ്പുമാരും കന്യാസ്ത്രീകളൊക്കെ പെരുമാറുന്നത്. അവർക്ക് ഇത് മതപരിവർത്തനം നടത്താനുള്ള ഒരു രാജ്യമാണ്. അവരുടെ തനി മാതൃഭൂമി എന്ന് പറയുന്നത് വേറെ എവിടെയോ ആണ്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാം, ലോക ജനതയുടെ മുമ്പിൽ ഭാരതത്തെ കരിവാരി തേക്കുക, അതിനൊന്നും അവർക്കൊരു വിഷമമില്ല. ഭാരതം അവർക്കൊരു വാടക വീടാണ്. ഈ നാടിന്റെ സംസ്കാരത്തെ സ്വീകരിച്ചു എന്ന പേരിൽ മുഴുവനും ക്രൈസ്തവവൽക്കരിക്കുന്നതാണ് പ്രകടമായിട്ട് കാണുന്നത്. പക്ഷെ പറയുമ്പോൾ മറ്റു രീതിയിൽ വിവരിക്കുകയും ചെയ്യാം. അങ്ങനെ ഇതിനെല്ലാത്തിനും എതിരായിട്ട് ഞാൻ കാര്യമായിട്ട് പറയുമ്പോൾ അതേ മാതൃഭൂമിയിൽ കർദിനാളിന്റെ കത്തെഴുതിയ പ്രസിദ്ധീകരിച്ച കർദിനാളിന്റെ ലേഖനം പ്രസിദ്ധീകരിച്ച അതേ മാതൃഭൂമിയിൽ TG മോഹൻദാസ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് നല്ല രീതിയിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ഭാഗ്യത്തിന് മാതൃഭൂമി തന്നെ അത് പ്രസിദ്ധീകരിച്ചു. എന്താണോ കാരണം അറിഞ്ഞുകൂടാ. അത് ഞാനൊന്ന് വായിക്കാം. അത് മാത്രമേ എൻ്റെ ജോലിയുള്ളൂ, വ്യാഖ്യാനിക്കണില്ല. കർദിനാൾ അറിയാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലത്തെ മാതൃഭൂമിയിൽ അതുണ്ടായിരുന്നത്. ഭഗവത്ഗീതയുടെ 17-ാം അധ്യായത്തിലാണ് 3 വിധത്തിലുള്ള ദാനധർമ്മങ്ങളെ പറ്റി പറയുന്നത്. ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അർഹതപ്പെട്ടവർക്ക് വേണ്ട സമയത്ത് ചെയ്യുന്ന സഹായമാണ് സാത്വികമായിട്ടുള്ള ദാനം, സാത്വികമായിട്ടുള്ള സഹായം. പ്രതിഫലേച്ഛയോടെ ചെയ്യുന്നത് രാജസികമാണ്. മുൻപിൽ നോക്കാതെ വലിച്ചുവാരി കൊടുക്കുന്നത് താമസികവും. അസുഖം മാറാനോ കുട്ടികൾ ജനിക്കാനോ പിതൃമോക്ഷത്തിനോ ഈശ്വരപ്രീതിക്കോ ഒക്കെ ചെയ്യുന്നത് രാജസീക ദാനമോ സേവനമോ ആണ്. ഇതൊരു കുറ്റമൊന്നുമല്ല, പക്ഷേ ചെറിയൊരു കുറവാണ്. ആ കുറവ് മദർ തെരേസയുടെ സേവനങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് RSSന്റെ തലവൻ മോഹൻ ഭാഗവത് പ്രസംഗവശാൽ ചൂണ്ടിക്കാണിച്ചത്. തെരേസ ആദ്യമായിട്ടൊന്നുമല്ല വിമർശന വിധേയമാവുന്നത്. ക്രിസ്റ്റഫർ ഹിച്ചൻസ് എന്ന പത്രപ്രവർത്തകനാണ് BBC ചാനലിലൂടെ 1994 തന്നെ തെരേസയ്ക്ക് പണം വരുന്ന വഴികൾ ശുദ്ധമല്ലെന്ന് ലോകത്തെ അറിയിച്ചത്. നരകത്തിന്റെ മാലാഖ എന്നായിരുന്നു ആ ഡോക്യുമെന്ററിയുടെ പേര് തന്നെ. മിഷണറി പൊസിഷൻ എന്ന പേരിൽ അത് പുസ്തകമാക്കുകയും ചെയ്തു. മിഷണറി പൊസിഷൻ എന്ന പേരിൽ അത് പുസ്തകമാക്കുകയും ചെയ്തു. ഇപ്പോഴും പുസ്തകം ലഭിക്കാനുമുണ്ട്. പോട്ടെ, അതൊക്കെ പഴയ കാര്യങ്ങൾ. എന്നാൽ മോഹൻ ഭാഗവത് തൻ്റെ പ്രസംഗമധ്യേ നടത്തിയ പരാമർശം വിവാദമാവുകയും വിശദീകരണത്തിലൂടെ അവസാനിക്കുകയും ചെയ്തതാണ്. എന്നാൽ മെയ് 1 മാതൃഭൂമിയിൽ എഴുതിയ തൻ്റെ ലേഖനത്തിലൂടെ ജോർജ് ആലഞ്ചേരി ഇത് വീണ്ടും പരാമർശിച്ചത് കൊണ്ടാണ് ഈ വിശദീകരണം ആവശ്യമായി വന്നത്. തൻ്റെ ലേഖനത്തിൽ ആലഞ്ചേരി ബോക്കോ ഹറാം തുടങ്ങി ISIS മുതൽ കുരിശുയുദ്ധങ്ങൾ വരെ വിശകലനം ചെയ്യുന്നു. ഇതെല്ലാം മതതത്വങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തതുകൊണ്ട് വന്ന പിഴയാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു ആലഞ്ചേരി. യൂറോപ്പിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഭാരതത്തിൽ കത്തോലിക്ക സഭക്കാരായ പോർച്ചുഗീസുകാർ അന്യ മതക്കാരെ മാത്രമല്ല തദ്ദേശീയരായ ക്രിസ്ത്യാനികളെ പോലും തങ്ങളുടെ വരുതിയിലാക്കാൻ നടത്തിയ ക്രൂരതകൾ അദ്ദേഹം സൗകര്യപൂർവം വിസ്മരിക്കുന്നു. ഇത് ആലഞ്ചേരി എന്ന നേതാവ് കുരിശ് കഴുത്തിലിട്ട് കാവി ലോഹയിട്ട് നടക്കുന്ന ആലഞ്ചേരിയും കൂട്ടത്തിലുള്ളവരും 10 പ്രാവശ്യം വായിച്ചിരിക്കേണ്ട ഒരു വരിയാണ്. ഭാരതത്തിൽ കത്തോലിക്ക സഭക്കാരായ പോർച്ചുഗീസുകാർ അന്യമതക്കാരെ മാത്രമല്ല തദ്ദേശീയരായ ക്രിസ്ത്യാനികളെ പോലും തങ്ങളുടെ വരുതിയിലാക്കാൻ നടത്തിയ ക്രൂരതകൾ അദ്ദേഹം സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു. മഹാഭാഗ്യത്തിന് ഈ ലേഖനത്തിലെ കർദിനാളിനെ അദ്ദേഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോവയിലെ പാതിരിമാരുടെ കൊടും പാതകങ്ങൾ സഹിക്കാനാവാതെ ഓടിവന്ന കൊങ്ങിണിമാർ ഗോവയിലും എറണാകുളത്തെ ബിഷപ്പിന്റെ വസതിക്ക് തെക്കുവശത്തും ധാരാളമായി താമസിക്കുന്നുണ്ട്.
ഗൗഡ സാരസ്വത ബ്രാഹ്മണരെന്ന് പറയുന്നത് സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന കൊലയാളിയുടെ മൃഗീയമായ വേട്ട സഹിക്കാതെ തങ്ങൾ പൂജിച്ചിരുന്ന വിഗ്രഹത്തെയും കൊണ്ട് ഗോവയിൽ നിന്ന് നാട് കടത്തപ്പെട്ടവരാണ്, ഒളിച്ചോടിയവരാണെന്ന് ഈ ആലഞ്ചേരി എന്ന ബിഷപ്പ് തിരുമേനി അറിയണം. അവരുടെ ദുരനുഭവം നിൽക്കട്ടെ. പോർച്ചുഗീസുകാരുടെ ഭരണ സംരക്ഷണത്തിൽ കത്തോലിക്ക സഭയാണല്ലോ ഉദയംപേരൂർ സുനഹദോസ് നടത്തിയത്. തുടർന്ന് വിദേശികളുടെ കടുത്ത ശാസനകൾക്ക് വഴങ്ങാൻ കൂട്ടാക്കാത്ത തദ്ദേശീയ ക്രിസ്ത്യാനികൾ ക്ഷണിച്ചു വരുത്തിയ ഇഗ്നേഷ്യസ് അഹത്തുള്ള എന്ന ബാവയെ തങ്ങളുടെ പ്രതിനിധിയാക്കാൻ തീരുമാനിച്ചു. ഈ അഹത്തുള്ള ബാവയെ പോർച്ചുഗീസുകാർ കൊച്ചി അഴിമുഖത്ത് മുക്കിക്കൊന്നു എന്നത് ചരിത്രം. ക്രിസ്ത്യാനികളുടെ തന്നെ നേതാവിനെ ഈ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ നേതാക്കള് പൂർവീകര് മുക്കിക്കൊന്നു എന്ന സത്യം ഈ ആലഞ്ചേരി തിരുമേനി എന്ന മനുഷ്യൻ അറിയണം. കേരളത്തിലെ ആദ്യത്തെ മതസംബന്ധിയായ കൊലപാതകം ഇതായിരുന്നു എന്നതും ചരിത്രം വ്യക്തമാക്കുന്നു. ഇതൊക്കെ ഇല്ല എന്ന് പറയാൻ ആലഞ്ചേരിക്ക് സാധിക്കില്ല. 1 കോടി ജനത വായിക്കുന്ന മാതൃഭൂമിയിൽ ഇത് വന്നതിൽ സന്തോഷമുണ്ട്. 18-20 ലക്ഷം പ്രതികളാണ് മാതൃഭൂമി അടിക്കുന്നതെന്ന് തോന്നുന്നു. ഓഡിറ്റ് ബ്യൂറോ സർക്കുലേഷൻ പ്രകാരം 6.5 വ്യക്തികൾ ഒരു മാതൃഭൂമി പേപ്പർ വായിക്കുന്നുണ്ടെങ്കിൽ 1 കോടിയിലധികം വ്യക്തികൾ മാതൃഭൂമി വായിക്കുന്നത് അവരിതൊന്ന് വായിച്ചിരുന്നു എങ്കിൽ എന്ന ആഹ്ലാദത്തോടുകൂടി ചിന്തിക്കുകയാണ്. ഇതൊക്കെ സൗകര്യപൂർവ്വം വിട്ടുകളയുമോ? മാപ്പിള ലഹളയും രാമസിംഹന്റെ കൊലയും മാറാട് കൂട്ടക്കൊലയുമെല്ലാം മതസംബന്ധിയായ അരും കൊലകളുടെ ദാരുണ ചരിത്രം തന്നെ. ഇവിടെയെല്ലാം തന്റെ മതം മാത്രമല്ല തന്റെ സഭ മാത്രമാണ് ശരിയെന്നും മറ്റും കരുതി പെരുമാറിയതാരാണ്? കൊലപാതകങ്ങളുടെ പഴങ്കണക്ക് നിരത്തുകയല്ല, തനിക്ക് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് നിരത്തിയപ്പോൾ ഒന്ന് തൂക്കമൊപ്പിച്ചു വെച്ചു എന്ന് മാത്രം. മതരാഷ്ട്രവാദം മുച്ചൂടും തള്ളിക്കളയുന്ന കർദിനാൾ വത്തിക്കാൻ എന്ന മതരാഷ്ട്രത്തെ സമർത്ഥമായി മറന്നുകളയുന്നു. വത്തിക്കാന്റെ ഔദ്യോഗിക മതമാണ് ക്രിസ്തുമതം. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് വത്തിക്കാൻ. മതരാഷ്ട്രവാദം തെറ്റാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ സ്വന്തം നിലപാടിൽ കർദിനാളിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹം പോപ്പിനെയല്ലേ അത് ഉദ്ബോധിപ്പിക്കേണ്ടിയിരുന്നത്. 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം 1965 ഒക്ടോബറിലാണ് പോപ്പ് പോൾ 6-ന്റെ ഒരു വിളംബരത്തിലൂടെ റോമൻ കത്തോലിക്ക സഭ മറ്റു മതങ്ങളെ അല്പമെങ്കിലും അംഗീകരിക്കാൻ തയ്യാറായത്. ഏകദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടും ക്രിസ്തുവിനെ ഒരു പ്രവാചകനായിട്ടെങ്കിലും അംഗീകരിക്കുന്നത് കൊണ്ടും ഇസ്ലാമിന് ആ വിളംബരത്തിൽ ഹിന്ദു ബുദ്ധ മതങ്ങളെക്കാൾ ഉയർന്ന സ്ഥാനവും നൽകി. തങ്ങൾ മുൻഗണന നൽകുന്നവർക്ക് വിഷമമുണ്ടാക്കി എന്ന കുറ്റത്തിനായിരിക്കണം കൈവെട്ടി മാറ്റപ്പെട്ട പ്രൊഫസറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് സഭാ നേതൃത്വം കൂറു തെളിയിച്ചത്. അതെന്തുമാകട്ടെ, സഭയുടെ മതസൗഹാർദ്ദത്തിന് വെറും 50 വർഷത്തെ പഴക്കമേയുള്ളൂ എന്നർത്ഥം. അവരാണിപ്പോൾ ചരിത്രാതീത കാലം മുതൽ എല്ലാ മതങ്ങളെയും ആദരിച്ച് ശീലമുള്ളവരെ പഠിപ്പിക്കാൻ പുറപ്പെടുന്നത്. ആലഞ്ചേരി തമ്പ്രാക്കളെ, നിങ്ങൾ അറിയണം, നിങ്ങളുടെ പൂർവികർ ഭാരതത്തിൽ ചെയ്ത കൊല, അറും കൊല, ക്രൂരത അറിയണമെങ്കിൽ വിവേകാനന്ദ കേന്ദ്രം കന്യാകുമാരി പ്രസിദ്ധീകരിച്ച ക്രിസ്ത്യാനികളെക്കുറിച്ചും ഭാരതത്തിലെ ക്രിസ്തുമത പരിവർത്തനത്തെക്കുറിച്ചും ഒരു ചരിത്രമുണ്ട്. അങ്ങ് ഒരു 50 പൈസ മുടക്കിയിട്ട് ഒരു കാർഡ് എനിക്ക് എഴുതുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള 2 പുസ്തകങ്ങളിൽ ഒരു പുസ്തകം ആലഞ്ചേരിക്ക് അയച്ചു തരാം. നിങ്ങൾ അറിയണം, നിങ്ങളുടെ പൂർവികരെ കാട്ടിക്കൂട്ടിയ കൊല നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റി. ആ കുരിശും യേശുക്രിസ്തുവിന്റെ ത്യാഗവും കച്ചവടമാക്കി പാവപ്പെട്ട ഹിന്ദുക്കൾ മതം മാറ്റി തകർത്ത് ഭാരതീയ സംസ്കാരത്തെ തരിപ്പണമാക്കുന്നത്. പുറത്ത് ആട്ടിൻതോലും അകത്തെ ചെന്നായ്ക്കളുടെ സ്വഭാവവും
മാത്രം കാണിച്ച് ശീലമുള്ള 2000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരത്തിലെ ക്രൂരതയുടെയും ഇൻക്വിസിഷന്റെയും മാത്രം ചരിത്രമുള്ള മറ്റ് വികസിത രാഷ്ട്രങ്ങൾ തൂത്തെറിഞ്ഞ ഒരു മതം ഇവിടെ കച്ചവട ചരക്കായി വിൽക്കുന്നത് നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഉയർന്ന കസേരയിലിരിക്കാനും അധികാരം ഉപയോഗിക്കാനും വേണ്ടി മാത്രം. അതറിയണം. അവരാണിപ്പോൾ ചരിത്രാതീത കാലം മുതൽ എല്ലാ മതങ്ങളെയും ആദരിച്ച് ശീലമുള്ളവരെ പഠിപ്പിക്കാൻ പുറപ്പെടുന്നത് ക്രിസ്ത്യാനികളാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് ജീവിതം തന്നെ ധന്യമാക്കിയ ഹിന്ദുക്കളെ മതത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഏറ്റവും നല്ല സ്വഭാവമാണ് എന്ന് ആരെങ്കിലും സർട്ടിഫിക്കറ്റ് തന്നാൽ ആ വ്യക്തിയുടെ ഗതികേട് അത് പാർലമെന്റിലും കാണേണ്ടായി. കോൺഗ്രസ്സുകാരും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും മദർ തെരേസയ്ക്ക് വേണ്ടി ആക്രോശിച്ചപ്പോ അതിന്റെ പുറകില് അവര് തന്നെ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് അടുത്ത ദിവസം സിഖുകാരെ കൊന്നു കൊലവിളിച്ചത് എത്രയാണെന്ന് വളരെ വ്യക്തമാണ്. അവര് തന്നെയാണ് ഇങ്ങനെ ഈ മദർ തെരേസയെ പുകഴ്ത്തേണ്ടതും 2 മതങ്ങൾ ഇവിടെ സ്വീകരിക്കപ്പെട്ടതും ഇടകലർന്ന് വളർന്നതും ഹിന്ദുക്കളുടെയും ഹിന്ദു രാജാക്കന്മാരുടെയും വിശാല വീക്ഷണവും ഉദാര മനസ്ഥിതിയും കൊണ്ടുകൂടിയാണെന്ന് തുറന്ന് സമ്മതിച്ചതിന് ആലഞ്ചേരി പിതാവിനെ, ആലഞ്ചേരി പിതാവെന്നൊന്നും പറയല്ലേ, ആലഞ്ചേരിയെ അഭിനന്ദിക്കുക തന്നെ വേണം. ഒരു സമൂഹവും നിയമങ്ങളുടെയോ ഒരു ഭരണഘടനയുടെയോ തണലിൽ മാത്രം നിലനിൽക്കുകയില്ല. ധർമാചരണത്തിലൂടെയുള്ള പരസ്പര സംരക്ഷണമാണ് പ്രജകളുടെ നിലനിൽപ്പിന് ആധാരം. അന്യ സമൂഹത്തെ പറ്റി അടിസ്ഥാനരഹിതമായ ഭീതി സ്വന്തം സമാജത്തിൽ ഉണ്ടാക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല. അങ്ങനെ ഭീതി ഉണ്ടാക്കിയില്ലെങ്കിൽ ഗുജറാത്തില് ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് ഭൂമികുലുക്കം ഉണ്ടായപ്പോ ആൾ ഇന്ത്യ ബിഷപ്സ് അസോസിയേഷൻ കൗൺസിലിന്റെ സെക്രട്ടറിയാണ് വൈറ്റ് ഹൗസിനെ പ്രേരിപ്പിച്ചത്. ഗുജറാത്തിലേക്ക് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് $10 മില്യൺ അയക്കാൻ തീരുമാനിച്ചപ്പോ ഒരിക്കലും അത് ഗുജറാത്തിലേക്ക് അയക്കരുത്, അയച്ചാൽ അത് RSSകാർക്കും ഹിന്ദുക്കൾക്കും ഉപയോഗിക്കും, അത് ക്രിസ്ത്യാനികൾക്കെതിരെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് അയപ്പിക്കാതെയാക്കിയത് ഈ ബിഷപ്പ് കത്തോലിക്ക ബിഷപ്പ് കൗൺസിലാണ്. ആ ഭൂമി ഉലുക്കം വന്നപ്പോൾ തന്നെ കുറെ അധികം ക്രിസ്ത്യാനികൾ പറയുകയുണ്ടായി. ക്രിസ്ത്യാനികൾക്കെതിരെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ചെയ്ത പ്രവർത്തനത്തിൽ പ്രകൃതി തന്നെ ക്ഷോഭിച്ചതാണ് ഈ ഭൂമി കുലുക്കത്തിന് കാരണമെന്ന്. ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളുടെ ആക്രമണം കൊണ്ട് കുറേ ക്രിസ്ത്യാനികൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞ മാസം. അതും പ്രകൃതിയുടെ തന്നെ ദേഷ്യത്തിന്റെ പ്രകടനമായിരിക്കാം. ഏതായാലും ഒരു കാര്യം സത്യമാണ്, കേരളത്തിലെയും ഭാരതത്തിലെയും ക്രിസ്ത്യാനികൾ ഈ ആലഞ്ചേരിയെ പോലെയുള്ളവരുടെ വരികളും വീക്ഷണങ്ങളും വാക്കുകളും അവരുടെ സഭയുടെ പ്രവർത്തനവും തിരിച്ചറിയുന്നൊരു കാലം വരും. അമേരിക്കക്കാരും യൂറോപ്പും ഇംഗ്ലണ്ടിലെയും കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ജനത ബൈബിളും ഈ മതവും എങ്ങനെയാണോ തൂത്തെറിഞ്ഞത്, 21ാം നൂറ്റാണ്ടില് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്ത ഈ മതത്തെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും തൂത്തെറിയുന്ന ഒരു കാലം നിങ്ങൾ തന്നെ ഉണ്ടാക്കും. അതിന് നിങ്ങളോട് നന്ദി പറയുന്നു. സത്യം മറച്ചുവെച്ച് അസത്യവും അധർമ്മവും അനീതിയും അന്യായവും മാത്രം പ്രചരിപ്പിച്ച് ശീലമുള്ള നിങ്ങൾ തന്നെ ആയിരിക്കും ഉച്ചിവെച്ച കൈകൊണ്ട് ആ ക്രൈസ്തവ സഭയുടെ ഉദകക്രിയ നടത്തുന്നതെന്ന് കൂടി ഇന്ന് പറയാൻ, ഈ ലേഖനത്തിലൂടെ പറയാൻ അവസരം കിട്ടിയതിൽ, അത് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. പ്രണാമം, നമസ്കാരം.